തരത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ വരുന്ന 26-27 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെറും വാക്കല്ല ഞങ്ങൾ പറയുന്നത്. അത്തരം സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ട് പോലും നമ്മളെ അംഗീകരിക്കാൻ ഇപ്പോൾ PMAY ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. PMAY ഏറ്റവും കൂടുതൽ നമ്മളുള്ള 12 DPR പ്രകാരമുള്ള ഈ വർക്കുകളിൽ ഇനി 27 വീട് മാത്രമാണ് നമുക്ക് പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളത്. ഇന്ത്യയിൽ തന്നെ നമ്മൾ മികവാർന്ന പ്രവർത്തനം നടത്തിയിട്ടാണുള്ളത്. എന്നിട്ട് പോലും നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അംഗീകാരം നൽകുന്നില്ല. അതുപോലെ ലൈഫ് പദ്ധതി നിങ്ങൾ അറിഞ്ഞാലോ, ഞങ്ങൾ കൊട്ടിക്കോഴ്സിൽ പദ്ധതിയാണ്. ലൈഫ് പദ്ധതിയിൽ 117ഓളം ആളുകൾക്ക് 5 ലക്ഷം രൂപ നൽകി സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. അവരെ വീട് നിർമ്മിക്കേണ്ട പദ്ധതി ഉൾപ്പെടെ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ്. അതിൻ്റെ പദ്ധതി നമ്മൾ ഓൾറെഡി ഭേദഗതി ഉൾപ്പെടുത്തി ചെയ്തിരിക്കുകയാണ്. അതിന് പോലും ഇതൊന്നും കാണാതെ കണ്ണൂർ കോർപ്പറേഷനെ എങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ. ഇത് വെറും രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ്. ഇവിടെ കോർപ്പറേഷൻ നന്നായിട്ട് ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഇതിന് കോർപ്പറേഷന് ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോഴാണ് ഒരു വലിയ അഴിമതി കഥയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം KK രാഗേഷ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നിങ്ങളൊക്കെ കേട്ടതാണ്. എല്ലാ സ്ഥലത്തും LED വാളുകൾ സ്ഥാപിച്ചിട്ടാണ് കോർപ്പറേഷനിൻ്റെ അഴിമതി കഥ പറഞ്ഞിട്ടുള്ളത്. അത് ജനങ്ങൾക്ക് തിരിച്ചറിയാം. ജനങ്ങൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് തന്നിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ ഭരണസമിതി ഇത്തവണത്തെ ഭരണസമിതിയുടെയും അഭിലാഷം ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആ തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഞങ്ങൾ കാഴ്ചവെക്കും. ഇവിടെ രാഷ്ട്രീയ പാകപോക്കലാണ് ഇവിടെ നടക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷനെതിരെ എപ്പോഴും നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് ഇവിടുത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, തദ്ദേശീയ